സിനിമ ഞാൻ ഇന്നലെയാണ് കാണുന്നത്. രാവിലെ ഒരു ഫുൾ ഷോ. എല്ലാ റിവ്യൂസും പറയുന്ന പോലെ ഈ സിനിമ ഒരു മോശം സിനിമയോ, വളരെ മോശം സിനിമയായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ ഡയറക്ടർ മഹേഷ് നാരായണൻ ആരാണെന്ന് അറിയണം. പുള്ളി വർഷങ്ങൾക്ക് മുമ്പേ സിനിമയിൽ എഡിറ്ററായിട്ട് വന്ന ഒരാളാണ്. ഡയറക്ടറായിട്ടല്ല, പുള്ളി എഡിറ്ററായിട്ട് ഇഷ്ടം പോലെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. കമലഹാസൻ്റെ പടമായ വിശ്വരൂപം 1 ഉം 2 ഒക്കെ പുള്ളിയാണ് എഡിറ്റ് ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് പടം തന്നെ ഡെബ്യൂട്ട് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു ഡയറക്ടറാണ്. അതിനുശേഷം ഒരു പടത്തിനും കൂടി പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ പുള്ളീൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു ഷാജി കൈലാസിൻ്റെ പടം പോലെ ഒരു മാസ് മസാല പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് നിരാശയാണ്. അത് ഇവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിയിട്ട് ഇവരെ പ്രൊമോഷൻ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. വലിയ വലിയ സ്റ്റാർസിനൊക്കെ സിനിമയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട. പ്രത്യേകിച്ച് നയൻതാരനെ പോലത്തെ ഒരു ആക്ട്രസിനൊന്നും ഈ സിനിമയിൽ ഒരു ആവശ്യമില്ല. അതൊക്കെ ചുമ്മാ പ്രൊമോഷന് വേണ്ടി. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പടമാണ്. ബട്ട് ഇതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമാവാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ഭയങ്കര ക്ലാസ്, കിടിലൻ മേക്കിംഗ്, കിടിലൻ എഡിറ്റിംഗ്, കിടിലൻ സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. ബട്ട് ഇത് സ്റ്റോറി വൈസ് ഞാൻ പറഞ്ഞല്ലോ ഹൗസ്ഫുള്ളായിരുന്നു സിനിമ കാണാൻ പോയപ്പോൾ. ബട്ട് ഒരാളും ഒരക്ഷരം പോലും മിണ്ടാണ്ട് ഇങ്ങനെ സിനിമ കണ്ടിരുന്നു. കാരണം വെച്ചാൽ അതിലൊരു വാവ് മൂവ്മെൻറ്റോ നമുക്കൊരു എനർജറ്റിക് ആയിട്ട് ഒരു സീനും സിനിമയിലില്ല. ആകെ എടുത്തു പറയാൻ പറ്റിയ ഒരേ ഒരു ഭാഗം നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി. അതൊഴിച്ചാൽ ബാക്കി ഒരു ഭാഗവും നമുക്ക് കൈയടിക്കാനോ ആലോചിച്ച് മനസ്സിൽ വെക്കാനോ പറ്റിയ രംഗങ്ങൾ സിനിമയിലില്ല. ഈ സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ ആൾക്കാർക്കൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങളൊരു ഫാൻ, മമ്മൂട്ടി ഫാൻ, ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിലാണ് സിനിമ കാണാൻ പോകുന്നതെങ്കിൽ മമ്മൂട്ടി ഫാൻസിന് ഒരു ട്രിബ്യൂട്ടാണ്. ഇത് മമ്മൂട്ടി പടമാണ്. മോഹൻലാൽ ഫാൻസിന് നിരാശ തന്നെയായിരിക്കും. ഡൈ ഹാർഡ് മോഹൻലാൽ ഫാൻസിന് ഈ സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടില്ല. നമ്മുടെ അശ്വന്ത് ഗോക്കിനെ പോലെ ഭ്രാന്തായിട്ട് ഓടി നടക്കേണ്ട അവസ്ഥ വരും. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും. മാരകമായൊരു സിനിമ, നിങ്ങൾ ഇതേവരെ കാണാത്ത സിനിമ അങ്ങനെയൊന്നുമില്ല. ഫുള്ളി പ്രെഡിക്റ്റബിൾ. എന്താ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് പാട്രിയോട്ടിൻ്റെ അവസ്ഥ. ഈ സിനിമ തിയേറ്ററിൽ വൻ പരാജയമാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. കാരണം അതാണ് ഈ സിനിമേൻ്റെ അവസ്ഥ. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു, എത്ര പേരിത് നല്ലത് പറയുന്നു, ഒരു പ്രതീക്ഷയുമില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഒരു OTT റിലീസൊക്കെ ആയിരുന്നുവെങ്കിൽ, ബട്ട് ഇത് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ടായിരിക്കാം അവർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് മണി. ഇറ്റ്സ് എ ബിസിനസ്. കാരണം ഇത്രയും കാസ്റ്റിനൊക്കെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നയൻതാരനൊക്കെ പ്രത്യേകിച്ച്. രേവതി വാസ് ഫൈൻ. ലാലേട്ടനൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതിനൊക്കെ വേറെ വല്ല നടന്മാരെ വെച്ചാൽ മതിയായിരുന്നു. ഇത്രയും വലിയൊരു കാസ്റ്റ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും